റഷ്യ ഉക്രൈന്റെ തുറമുഖ നഗരമായ ഒഡേസയിൽ അത്യന്തം ഭീകരമായ രീതിയിൽ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രി സമയമാണ്. നിങ്ങൾ രാവിലെ ഈ വാർത്ത കാണുമ്പോഴേക്കും ഒഡേസയും അതുമായി ചേർന്ന പ്രദേശങ്ങളും, പ്രത്യേകിച്ച് ഉക്രൈൻ കൂടുതലായും ഉപയോഗിച്ചിരുന്ന കണ്ടെയ്നറുകൾ സൂക്ഷിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം, ഇവയെല്ലാം റഷ്യ പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ടാകും. ഈ ആക്രമണത്തെക്കുറിച്ച് റഷ്യ നൽകിയ മറുപടി വളരെ ലളിതമാണ്. കഴിഞ്ഞ 2-3 ദിവസമായി ഞങ്ങളുടെ എണ്ണ കയറ്റുമതി ചെയ്യുന്ന ടാങ്കറുകൾക്ക് നേരെ ഉക്രൈൻ ആക്രമിച്ചു എന്നാണ് റഷ്യയുടെ ആരോപണം. അതിന് മറുപടിയായിട്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നും അവർ വ്യക്തമാക്കി. എന്നാൽ ഇത് വെറും പേരിന് വേണ്ടി മാത്രം നടത്തിയ ഒരു ആക്രമണമാണ് എന്ന നിലയിൽ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. കാരണം റഷ്യ ആക്രമണം നടത്തിയ ആ രീതി, അതിന് പിന്നിൽ അവരുപയോഗിച്ച തന്ത്രം, ഇവയെല്ലാം ഇതുവരെയും കണ്ടതിൽ വെച്ച് പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഫ്രണ്ട് ലൈനിൽ അവർ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയാണിത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഉക്രൈനിലെ ഒഡേസ തുറമുഖത്തെ ലക്ഷ്യം വെച്ച് റഷ്യ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. അതായത്, കുപ്പിയാൻസിനെ ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന രീതിയിൽ സെലൻസ്കി ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. ആ ചിത്രം യൂറോപ്പിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടതും ആഗോളതലത്തിൽ വലിയ തോതിൽ ആളുകൾ കണ്ടതുമായ ഒന്നായി മാറിയിട്ടുണ്ട്. അത്രത്തോളം വൈറലായ ഒരു ചിത്രമാണത്. ഈ ചിത്രം പുറത്തു വന്നതോടെ പലരും ഈ കുപ്പിയാൻസ് പൂർണ്ണമായും റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നും ഉക്രൈൻ സൈന്യം തിരികെ പിടിച്ചു എന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി, അങ്ങനെ കരുതാൻ തുടങ്ങി. പക്ഷെ ഇതിന് പിന്നിലെ ഡാറ്റാസ് നമുക്കിപ്പോൾ പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ചിത്രം പുറത്ത് വന്ന് ഏകദേശം ഒരു 8 മണിക്കൂർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് നിങ്ങൾ കാണുന്ന സമയം ഏകദേശം ഒരു പരമാവധി 10-12 മണിക്കൂർ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ ശരിയായ രീതിയിൽ സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ഉണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം. കാർഖീവിന് സമീപമുള്ള അത്യന്തം പ്രധാനപ്പെട്ട ഒരു നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാം റഷ്യ തകർത്തു എന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു മാപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മാപ്പ് ശ്രദ്ധിച്ചു നോക്കിയാൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പെഷ്നിഹി റിസർവയർ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം. ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഡാമാണ് റഷ്യ തകർത്തത്. മാപ്പിൽ താഴേക്ക് നോക്കിയാൽ അവിടെ നിന്നും പിരിഞ്ഞു വരുന്ന ഉപനദികളും ഉക്രൈന്റെ ഈ ജലപ്രവാഹം കടന്നു പോകുന്ന പ്രദേശവും എല്ലാം കാണാം. അതേ ഭാഗത്താണ് കുപ്പിയാൻ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ നേരിട്ട് ഏറ്റുമുട്ടി ഉക്രൈൻ സൈന്യം റഷ്യയിൽ നിന്നും ഈ പ്രദേശം പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഒരു പക്ഷേ ഈ ജലപ്രവാഹം കാരണം റഷ്യ അവിടെ നിന്ന് പിന്നിലേക്ക് പോയപ്പോഴോ, അല്ലെങ്കിൽ കുപ്പിയാൻസിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു പ്രദേശത്ത് റഷ്യ റീട്രീറ്റായി പോയപ്പോഴോ, അതുമല്ലെങ്കിൽ വെള്ളത്തിന് മറുകരയിൽ നിന്ന് ഉക്രൈൻ ഇങ്ങനെയൊരു സംഭവം ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അടുത്ത കാലത്ത് ഉക്രൈന് വലിയ രീതിയിലുള്ള വിജയമൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ അവർക്ക് വേണ്ട വിധം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മുൻപ് ബാഗ്മത് പോലുള്ള പ്രദേശങ്ങളിൽ നിന്നും എടുത്ത ചിത്രങ്ങൾ വലിയ രീതിയിൽ വൈറലായി. അപ്പോൾ വീണ്ടും ഒരു പബ്ലിക് സ്റ്റണ്ട് നടത്തുന്നതിന് വേണ്ടി മാത്രമായിരിക്കും ഉക്രൈൻ ഈ ഒരു ചിത്രം പുറത്ത് വിട്ടിരിക്കുക. അതിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു സർക്കാസ്റ്റിക് പരാമർശം പറയണമെങ്കിൽ, ഇതുവരെയും സെലൻസ്കി സന്ദർശിച്ച് ഫോട്ടോ എടുത്ത എല്ലാ നഗരങ്ങളും അടുത്ത 70 മുതൽ 100 ദിവസത്തിനുള്ളിൽ റഷ്യൻ നിയന്ത്രണത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും സെലൻസ്കി ഈ സ്ഥലത്ത് നിന്നും ഒരു ഫോട്ടോ എടുത്തിരിക്കുകയാണ്. കാത്തിരുന്ന് നോക്കാം ഈ നഗരത്തിന്റെ ഭാവി എങ്ങനെയായി മാറുമെന്ന്. ഇനി പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഒഡീസ ലക്ഷ്യം വെച്ച് റഷ്യ നടത്തിയ ക്രൂരമായ ആക്രമണം. ഏകദേശം 39-ലധികം മിസൈലുകൾ റഷ്യ ആക്രമണത്തിൽ ഒഡീസ തുറമുഖത്തെ ലക്ഷ്യം വെച്ച് പ്രയോഗിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ആക്രമണത്തിൽ ഇത്രയും വലിയ എണ്ണത്തിൽ മിസൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സാധാരണയായി ഒഡീസ ആക്രമിക്കുമ്പോൾ റഷ്യ ഒഡീസ തുറമുഖത്തെയും അതിന് ചുറ്റുമുള്ള ചില പ്രദേശങ്ങളെയും മാത്രം ലക്ഷ്യം വെച്ച് ആക്രമിക്കാറാണ് പതിവ്. എന്നാൽ ഈ ആക്രമണം നടന്ന സമയത്ത് റഷ്യ മറ്റൊരു അത്യന്തം പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെയും കൃത്യമായി ലക്ഷ്യം വെച്ച് ആക്രമിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ക്രോണോമോസ് എന്നാണ്. ഒഡീസയിൽ നിന്നും കുറച്ച് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന വലിയ തോതിൽ കണ്ടെയ്നറുകൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. ഉദാഹരണത്തിന് വിഴിഞ്ഞം തുറമുഖം എടുക്കുകയാണെങ്കിൽ അവിടെ ഹാർബർ ഏരിയ എന്നൊരു ഭാഗം ഉണ്ടാകും. ആ ഹാർബർ ഏരിയയിൽ കപ്പലുകളിൽ നിന്നും ഇറക്കിയ കണ്ടെയ്നറുകൾ സൂക്ഷിക്കും. അതിന് സമീപമായി മറ്റു ചില പ്രദേശങ്ങളുണ്ട്. അതിനോട് ചേർന്ന് വരുന്ന റെയിൽവേ ജംഗ്ഷൻസ്, സർക്കാർ ഉടമസ്ഥതയിലുള്ള കേന്ദ്രങ്ങൾ, ഇവയെല്ലാം ഉണ്ടായിരിക്കും. കപ്പലുകളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കണ്ടെയ്നറുകൾ അവിടേക്ക് കൊണ്ടുപോയി ഡിസ്പാച്ച് ചെയ്യും.
ഉള്ളിലെ സാധനങ്ങൾ പുറത്തെടുത്ത് പ്രാദേശികമായി വിതരണം ചെയ്യും. അല്ലെങ്കിൽ കണ്ടെയ്നറിൽ നിന്നും സാധനങ്ങൾ മാറ്റി ട്രക്കിലേക്ക് ലോഡ് ചെയ്യുക. ഈ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത്തരം ഒരു കേന്ദ്രമാണ് ഈ ക്രോണോമാസ് എന്ന് പറയപ്പെടുന്ന സ്ഥലം. ഒഡേസ തുറമുഖത്തിന്റെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന സ്റ്റോറേജ് കം ലോജിസ്റ്റിക് സൗകര്യമായി ഇത് പ്രവർത്തിച്ചിരുന്നു. ഏകദേശം 5000 കണ്ടെയ്നറുകൾ വരെ സംഭരിക്കാൻ കഴിയുന്ന ഒരു സൗകര്യമായിരുന്നു ഇവിടെ. ഇതൊക്കെ ഓപ്പൺ സോഴ്സിൽ നിന്നും ലഭ്യമായ വിവരങ്ങളാണ്. ഈ പ്രദേശത്തെ ലക്ഷ്യം വെച്ച് റഷ്യ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഡാറ്റയും റിപ്പോർട്ടുകളും പരിശോധിച്ചാൽ ഒഡീസയിൽ നടന്ന ആക്രമണം ആയുധങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് നടത്തിയതല്ല എന്നാണ് വ്യക്തമാകുന്നത്. അവിടെ ഉണ്ടായിരുന്ന ക്രെയിൻ സൗകര്യങ്ങളെയും ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് ആകെ 4 വലിയ ക്രെയിനുകൾ ഉണ്ടായിരുന്നു. അതിൽ ഭാരമേറിയ ചരക്കുകൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ക്രെയിനും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ചെറുതും വലുതുമായ മറ്റ് ക്രെയിനുകൾ ചേർത്താൽ ആകെ ഏകദേശം 12 ക്രെയിനുകൾ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് വിവരങ്ങൾ പറയുന്നത്. ഇതിൽ 4 പ്രധാനപ്പെട്ട ക്രെയിനുകളിൽ ഒന്നെങ്കിലും ഈ നടന്ന ആക്രമണത്തിൽ പൂർണ്ണമായി നശിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കണ്ടെയ്നറുകൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഈ കേന്ദ്രത്തിലെ ഭൂമിക്കടിയിലുള്ള ഭാഗങ്ങളും റഷ്യ വളരെ കൃത്യമായി ലക്ഷ്യം വെച്ച് ആക്രമിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ മാത്രം 5 അല്ലെങ്കിൽ അതിലധികം ഇസ്കാന്ദർ മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അതുകൂടാതെ കാലിബർ മിസൈൽസ്, കാലിബർ ക്രൂയിസ് മിസൈൽസും ഈ പ്രദേശത്ത് ഉപയോഗിച്ചതായി പറയുന്നു. സ്ഥിരീകരിക്കപ്പെടാത്ത മറ്റൊരു വിവരപ്രകാരം P-800 ഓണിക്സ് മിസൈലുകളും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും കൃത്യതയോടെ ക്രെയിനുകൾ പോലുള്ള ഘടനകളെ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായി ഈ തരത്തിലുള്ള പ്രിസിഷൻ ആയുധങ്ങൾ ആവശ്യമാണ്. ഭൂമിക്കടിയിലുള്ള ടാർഗറ്റുകളെ അതീവ കൃത്യതയോടെ നശിപ്പിക്കാനായി മുൻപ് റഷ്യ ബങ്കർ ബസ്റ്റർ സ്വഭാവമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇതിപ്പോ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. ഒരു വശത്ത് കുപ്പിയാൻസിലേക്ക് നേരിട്ട് ചെന്ന് സെലൻസ്കി ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തു. നോക്കുക, കുപ്പിയാൻസ് ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഈ വാർത്ത പുറത്തു വന്നിട്ട് വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. ഇതിനിടയിലാണ് റഷ്യ ഇത്തരമൊരു വലിയ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഒന്നാമതായി യുക്രൈൻ പുറത്തുവിട്ട ആ ചിത്രത്തിന് റഷ്യ നൽകിയ മറുപടിയായിട്ടാണ് ഈ ആക്രമണത്തെ കാണാൻ കഴിയുക. അതല്ലെങ്കിൽ നീ എത്ര വേണമെങ്കിലും ആക്രമിച്ചോളൂ, എൻ്റെ പ്രധാനപ്പെട്ട തുറമുഖത്തെ ആക്രമിച്ചാലും പ്രശ്നമില്ല, ഞങ്ങൾ കണ്ടെയ്നറുകൾ സംഭരിച്ചു വച്ചിരിക്കുന്ന കേന്ദ്രത്തെ ആക്രമിച്ചാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ നിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് കയറിക്കൊണ്ട് അവയെ തിരികെ പിടിക്കാൻ എന്നെ കൊണ്ടാകും എന്ന തരത്തിലുള്ള ഒരു സന്ദേശം സെലൻസ്കി നൽകാൻ ശ്രമിക്കുന്നതായും കാണാം. എന്നാൽ ഈ മുഴുവൻ സംഭവ വികാസങ്ങളിലും ഏറ്റവും കൂടുതൽ കുടുങ്ങാൻ പോകുന്നത് യൂറോപ്യൻ യൂണിയനാണ്. ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, റഷ്യയുടെ ഈ ഫ്രോസൺ ആസ്തികളിൽ നിന്നും ₹1 പോലും ഇപ്പോൾ എടുക്കാനുള്ള ഒരു പദ്ധതിയെ ഇല്ല എന്നും ഈ വിഷയത്തിൽ ഭാവിയിൽ മാത്രമേ ചർച്ചകൾ നടത്തുകയുള്ളൂ എന്നും യൂറോപ്യൻ യൂണിയൻ ചില പ്രസ്താവന നടത്തിയിരുന്നു. അതിന് മറുപടിയായി റഷ്യയിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ റഷ്യയുടെ ആസ്തികളിൽ സ്പർശിക്കുന്നത് തന്നെ റഷ്യയെ നേരിട്ട് യുദ്ധഭൂമിയിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അവരുടെ മുന്നറിയിപ്പ്. കാരണം യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിലുമായി റഷ്യയുടെ നിക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒന്ന് റഷ്യൻ വസ്തുക്കൾക്ക് ഏർപ്പെടുത്തിയ ഈ വിലക്കുകളൊക്കെ മാറ്റം വരുത്തി അതിൻ്റെ ഗുണം ഉക്രൈന് നൽകുകയോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം സ്വന്തം കൈവശം വയ്ക്കുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ അത് നേരിട്ട് റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് പോലെ ആയിരിക്കും. അതൊരിക്കലും ഞങ്ങൾ വിട്ടുകളയില്ല. ഈ ഒരു വിഷയം അടുത്ത ഘട്ടത്തിലേക്ക് പോയാൽ സൈനിക നടപടി സ്വീകരിക്കാൻ പോലും ഞങ്ങൾ മടിക്കില്ല. ഇങ്ങനെ അത്യന്തം പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് റഷ്യ ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. അതായത് യൂറോപ്യൻ യൂണിയൻ ഏതെങ്കിലും തെറ്റായ നീക്കം നടത്തിയാൽ അതിന് റഷ്യയുടെ പ്രതികരണം തയ്യാറായിരിക്കുകയാണ് എന്നാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമ്മളിങ്ങനെ ആവർത്തിച്ചു കേൾക്കുമ്പോൾ ഒരു ഘട്ടത്തിന് ശേഷം റഷ്യ വെറും മുന്നറിയിപ്പുകൾ മാത്രമേ നൽകുകയുള്ളൂ, പ്രവർത്തികളൊന്നും കാണുകയില്ല എന്ന ഒരു സംശയവും പലർക്കും ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇതുവരെയും റഷ്യ പറഞ്ഞ കാര്യങ്ങളിൽ അവർ കൃത്യമായി നടപ്പാക്കിയിരിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. റഷ്യൻ ഭൂപ്രദേശത്തിനുള്ളിലേക്ക് അമേരിക്കൻ മിസൈലുകൾ പ്രയോഗിച്ചാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി ഓർഷനിക് മിസൈലുകൾ അവർ അയച്ചിരുന്നു. അതൊഴിച്ചാൽ റഷ്യ പറഞ്ഞ റെഡ് ലൈൻസ് ലംഘിക്കപ്പെട്ടപ്പോൾ അതിന് മറുപടിയായി അവർ എടുത്ത വലിയ നടപടികളായി ഇതുവരെയും ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ഈ വലിയ സംഭവം എന്നത് ഉക്രൈന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അത്തരമൊരു സംഭവം ഇതുവരെയും നടന്നിട്ടില്ല. അത്തരമൊരു സംഭവം നടക്കാത്ത കാലം വരെയും നല്ലതാണ്. വെറുതെ നമുക്ക് വാർത്തയ്ക്ക് പേരിന് വേണ്ടിയൊക്കെ പറയാം റഷ്യ ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ. പക്ഷേ റഷ്യയെ നെഗറ്റീവായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർ ഈ സാഹചര്യം ഉപയോഗിച്ച്
റഷ്യയെയും റഷ്യയുടെ നേതൃത്വത്തെയും വളരെ ദുർബലമായി ചിത്രീകരിച്ചാണ് പുറത്തു കാട്ടുന്നത്. എന്നാൽ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരാളാണ്. അതും ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്ഥാനങ്ങളിൽ ഒന്നിലിരിക്കുന്ന വ്യക്തി. അത്തരം സ്ഥാനത്തുള്ള വ്യക്തി യാതൊരു ഗൗരവമില്ലാതെ അലസമായ ഒരു തീരുമാനം എടുക്കില്ല. ചരിത്രം ഒന്ന് ഓർത്തു നോക്കുക. ആരായാലും അവരുടെ ജീവിതത്തിലെ അവസാന ഘട്ടം വിജയകരമായി അവസാനിപ്പിക്കാൻ മാത്രമേ ശ്രമിക്കൂ. അങ്ങനെയുള്ളപ്പോൾ ഇത്രത്തോളം റഷ്യയ്ക്ക് ഉക്രൈൻ വിഷയത്തിൽ നഷ്ടങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകുന്നുവെന്നവർക്കറിയാം. റഷ്യയ്ക്ക് ഉക്രൈനെതിരെ ഒരു ടാക്ടിക്കൽ അണവായുധങ്ങൾ പോലും ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട്. കാരണം ഓപ്പറേഷൻ സ്പൈഡർ വെബ് പോലുള്ള നടപടികളിലൂടെ അവരുടെ പ്രധാനപ്പെട്ട ബോംബറുകളെ ആക്രമിച്ചിരുന്നു. അമേരിക്കയിൽ നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് കേർസ്കിൽ വെടിയുതിർത്തു. കേർസ്ക് മാത്രമല്ല, മറ്റ് പല പ്രദേശങ്ങളിലേക്കും ഉക്രൈൻ ആക്രമണം വ്യാപിച്ചിരുന്നു. ഇത്രത്തോളം അനേകം സംഭവം ഉക്രൈൻ ചെയ്തു. അപ്പോൾ ഒരു ആണവായുധം എന്ന ഓപ്ഷൻ റഷ്യയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ റഷ്യ അത് ഉപയോഗിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ആണവ ഡോക്ട്രൈനാണ്. ഏത് സാഹചര്യങ്ങളിലെല്ലാം അത് ഉപയോഗിക്കണമെന്നുള്ളത് അവർ വ്യക്തമായ നിയമങ്ങളായും ചട്ടങ്ങളായും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത്തരമൊരു നിയമം അവരുടെ രാജ്യത്ത് നിലവിലുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ ആ ഓപ്ഷനുകൾ ഉപയോഗിക്കാത്ത റഷ്യ അടിയന്തരാവസ്ഥയിലാണെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള നേതാക്കൾക്ക് മറുപടി പറയാനേ കഴിയാത്ത ഒരവസ്ഥയിലാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെയൊന്നും സൂചിപ്പിക്കാനേ സാധിക്കില്ല. നമുക്കിവിടെ ഇരുന്ന് പറയാം റഷ്യ ദുർബലമാണ്, റഷ്യ പ്രതികരിക്കാൻ വൈകുകയാണ് എന്നൊക്കെ. പക്ഷേ അതാണ് യാഥാർത്ഥ്യമെന്ന് പറയാൻ കഴിയില്ല. ഇന്നും ലോകത്തിലെ പല മേഖലകളിലും, പല തന്ത്രപ്രധാനമായ മേഖലകളിലും, പല സ്ഥലങ്ങളിലും റഷ്യയെ ഒരു നിർണായക ശക്തിയായി തന്നെ ലോകം കാണുന്നുണ്ട്. അമേരിക്ക എന്ന രാജ്യം ഇതിനകം തന്നെ മോണോപോളി നിലയിലേക്കാണ്. അതായത് ഞാൻ ഒന്നേയുള്ളൂ എന്നൊരവസ്ഥയിലാണ്. അങ്ങനെയാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ റഷ്യ എന്ന രാജ്യം ഇല്ലാതായാൽ അല്ലെങ്കിൽ ഇല്ല എന്ന് കരുതിയാൽ ഇന്ന് മോണോപോളിയായി നിലനിൽക്കുന്ന അമേരിക്കയും നാളെ ശക്തിയായി ഉയർന്നു വരുന്ന ചൈനയും ചേർന്ന് ഈ ലോകത്തെ ഒരേ ദിശയിലേക്കായിരിക്കും നയിക്കുക. ഇതാണ് യാഥാർത്ഥ്യം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.